ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് ആർമറൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നെതറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതിനുള്ള റിസോഴ്സൊക്കെ ഒന്ന് ഞാൻ ഗ്യാദർ ചെയ്ത് വെക്കട്ടെ. വലുതായിട്ടൊന്നുമില്ല, കുറച്ച് ഫുഡ്, കുറച്ച് ബ്ലോക്സ്, കുറച്ച് പിക്കാക്സ് എന്നൊക്കെ ഉള്ളു. പിന്നെ ഞാനാണെങ്കിൽ വേറെ പുതിയൊരു സ്കെലട്ടനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കെലട്ടൻ ചത്തുപോയായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരെണ്ണത്തിനെ കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാമൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഗൈസ്, ഞാൻ വിചാരിക്കുന്നത് കണ്ട് ഇങ്ങോട്ട് മൈൻ ചെയ്യാനാണ്. അല്ലാതെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയാൽ നമ്മൾ എന്തായാലും ചത്തും. അതാകുമ്പോൾ ഒരു ടണൽ പോലെ നമുക്ക് അങ്ങോട്ട് മൈൻ ചെയ്ത് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ 2 പിക്കാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് മൈൻ ചെയ്ത് വല്ലതും കിട്ടുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഡിഗ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ അയൺ ആർമർ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ്, പിന്നെ ടൂൾസ്, പിന്നെ കുറച്ച് ബ്ലോക്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെയാണ് ഓപ്പണിങ് കണ്ടത്. പക്ഷേ അവിടെ ഇറങ്ങാൻ നല്ല പാടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ട് താഴോട്ട് പോകാം. അയ്യോ, ലാവ. അയ്യോ, അപ്പോൾ ഇവിടെ ഇറങ്ങാൻ കൊത്തില്ല. ബ്ലോക്കൊക്കെ ഓക്കെ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കൊത്തില്ല. നമുക്ക് ഇച്ചിരുടെ പുറകോട്ട് കുഴിക്കാം. ഒരു ഇച്ചിരുടെ ഇവിടെ നമുക്ക് താഴോട്ട് കുഴിക്കാം. നാക്കൊക്കെ തിരിഞ്ഞു വന്ന് കുഴിക്കാം. അയ്യോ, ചത്ത്. നമ്മുടെ അയൺ പൊട്ടത്തരം തന്നെ, പൊട്ടത്തരം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പൂർണ്ണ ശക്തിയായിട്ട് നമ്മൾ വന്നേക്കൊണ്ട് നമ്മുടെ കുറച്ച് ടൂൾസ്, പിന്നെ നമ്മൾ കുറച്ച് ഷീൽഡ്, പിന്നെ ബ്ലോക്സ്, ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് വിളിക്കാം. നമ്മൾ നേരത്തെ ചത്തിട്ടില്ല, നമ്മളൊരു AI ആയിട്ട് കാണിച്ചാണ്. നമ്മളങ്ങനെ ചാവത്തൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഒഴിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് പോലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങണമെങ്കിൽ നമുക്കൊരു ഗോൾഡൻ ബൂട്ട്സ് വേണം. അല്ലെങ്കിൽ അവിടുത്തെ പിഗ്ലിൻസൊക്കെ നമുക്ക് ഒരു നമ്മളെ അടിച്ചു കൊല്ലും. നമുക്കെന്തായാലും ഇതിനോട് ഇറങ്ങാം. ഇവിടെ വലിയൊരു സ്ഥലമാണ്. ഇതെനിക്ക് പേടിയാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇതിൽ ബ്ലോക്ക് വെച്ച് പതുക്കെ ഇറങ്ങാം നമുക്ക്. ഓക്കെ ഗൈസ്, ഞാൻ ഇച്ചിരി ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇവന് കൊടുത്ത് എല്ലാം കിട്ടുവാണെങ്കിൽ നോക്കാം. പിന്നെ നമ്മുടെ ഈ നെതർ ഒരു പന്ന സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ ബസാൾട്ട് ഉള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് മലയും ഇതൊക്കെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ നെതർ. അതായത് നമുക്ക് ഇച്ചിരി നല്ലോണം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകാം. പിന്നെ നമുക്ക് ഒരു ഫയർലെസ് പോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മളെ അടിക്കാൻ വന്നാൽ ഗാസ്റ്റെല്ലാം നമ്മളെ ലാവയിലോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് രക്ഷപ്പെടാം. ഗൈസ്, ഞാൻ അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് നമ്മളൊരു ബാസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ബാസ്റ്റ്യൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ബേസിൽ വന്ന് ഞാൻ അയൺ ആർമറും ടൂൾസും പിന്നെ കുറച്ച് ഫുഡൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ആ ബാസ്റ്റ്യൻ കാണിച്ചു തരാം. നമ്മുടെ ആ നെതറിൽ നിന്ന് 4000 ബ്ലോക്ക് ദൂരം എങ്ങാണ്ടാണ് ആ ബാസ്റ്റ്യൻ. ഞാൻ ടണൽ കുഴിച്ച് അങ്ങോട്ട് പോയതാണ്. അപ്പോഴാണ് കണ്ടത്. ലക്കിനാണ് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ അത് പാസ് ചെയ്ത് പോയേനെ. ഇച്ചിരി സൈഡിലായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. ഞാൻ അവിടെ
ആ പിഗ്ലിൻ്റെ കൂടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ നെതർ പോർട്ടിൻ്റെ അടുത്തോണ്ട് വന്നിട്ട് നമ്മൾ നേരത്തെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലത്താണ് പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ടണൽ ഒഴിച്ചത്. പിന്നെ ദോ ഇരിക്കുന്ന ആ ബാസ്റ്റ്യൻ, അത് ഇച്ചിരി ദൂരെയാണ്, 4000 ഒന്നുമില്ല, അറിയാതെ പറഞ്ഞു പോയതാണ്. 400 ബ്ലോക്ക് എങ്ങാണ്ടേ ഉള്ളു. ഇതോ അവിടാണ്, ഇതാണ് ബാസ്റ്റ്യൻ ഇരിക്കുന്നത്. ഇനി നമുക്കൊരു ഫോർട്രസ് കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം ഇത് കണ്ടില്ല, കാരണം അത് അത്ര ദൂരെയാണ്, അതുകൊണ്ട് കണ്ടില്ല. പിന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ ചത്തായിരുന്നു, നമ്മുടെ ആർമറൊക്കെ പോയി. പക്ഷെ നിങ്ങളത് നോക്ക്, നമ്മൾ നേരെ കുഴിച്ച് വന്നതേ ഫോർട്രസിൽ തന്നെ. നമ്മുടെ ബേസിൻ്റെ തൊട്ടടുത്താണ് ഈ ഫോർട്രസ് ഇരിക്കുന്നത്. ഞാൻ ഇത് കണ്ട് ഫുള്ള് ഫുള്ള് അവിടെ നമ്മൾ ജസ്റ്റ് കുഴിച്ച് വന്നതേ ഫോർട്രസിൽ തന്നെ. അതുകൊണ്ട് ഇത് ബ്ലേസ് പോണറാണോ? അവിടെ ബ്ലേസ് ഇരിക്കുന്നത്. ബ്ലേസ് പോണറാണെങ്കിൽ നമുക്കിന്ന് ഫുള്ള് ലക്ക. ബ്ലേസ് പോണറാന്ന് തോന്നുന്നു. അല്ല യു ചത്ത്. ഓ മൈ ഗോഡ്. അത് കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഇത് കണ്ടുപിടിച്ചല്ലേ, ഫോർട്രസ് കണ്ടുപിടിച്ചല്ലേ, അത് കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഫോർട്രസ് കണ്ടുപിടിച്ച്, എനിക്കത് മതി. നമുക്കിനി ബഗ് റോക്ക് എഡിഷൻ പിന്നെയും ബഗ് തുടങ്ങി. ഇത് ഓക്കെ, ഇപ്പം ശരിയായി. അങ്ങനെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ എപ്പിസോഡ് നല്ല എപ്പിസോഡാണ്. നമ്മളങ്ങനെ ഒരു ഫോർട്രസ് കണ്ടുപിടിച്ച്, ഇന്ന് തന്നെ ബാസ്റ്റ്യൻ കണ്ടുപിടിച്ച്. പിന്നെ ഇതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടല്ല, നമ്മൾ 10 ദിവസം എക്സ്പ്ലോർ ചെയ്തത്. മീൻസ് ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, അപ്പോഴാണ് ബാസ്റ്റ്യൻ കണ്ടുപിടിച്ചത്. പിന്നെ ബാസ്റ്റ്യൻ കണ്ടുപിടിച്ച് കുറച്ചോളം കളിച്ചില്ലായിരുന്നു, ഞാൻ ഗെയിം കളിച്ചില്ലായിരുന്നു. പിന്നാണ് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് ബാസ്റ്റ്യൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഫൈനലി നമ്മൾ ഫോർട്രസ് കണ്ടുപിടിച്ചത്. നമ്മൾ ഒത്തിരി ദിവസം എടുത്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒന്നുമില്ല, നല്ല സന്തോഷമുണ്ട് ഇന്ന് നമ്മളത് രണ്ടും കണ്ടുപിടിച്ചതിന്. ഇന്നല്ല, 2-3 ദിവസം മുമ്പ്. കാരണം ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. റെക്കോർഡ് ചെയ്തത് 2-3 ദിവസം മുമ്പാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് അതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇതില്ലായിരുന്നു, അത് തന്നെ ഗെയിം കളിച്ചില്ലായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമുക്ക് വില്ലേജറിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് ബുക്ക് സെറ്റാക്കണം. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ബൈ.